ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഡേ ആൻഡ് മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച, എന്നാലും ഒരു ദിവസത്തെ മൊത്തം കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം. കുറച്ച് ഭാഗങ്ങളൊന്ന് ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലത്തെ മാത്രം കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ. ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഉള്ളൊരു താഴത്തെ കാണുന്ന രീതിയിലൊരു രാവിലെ ഞാൻ തുണി കഴുകാൻ കയറിയപ്പം മുകളിൽ നിന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ ഒന്ന് എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. മുകളിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ ഭാഗവും അവിടെ എല്ലാം കാണാം. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഞങ്ങളുടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം, എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നിൽക്കുന്ന മാതളം ഞങ്ങളുടെ ഫ്രണ്ടിൽ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് ചെടികളുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഇലച്ചെടികളോട് വലിയ താല്പര്യമല്ല. എനിക്ക് നല്ല പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്ന് കിളിയുടെ സൗണ്ടും ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനങ്ങനെ അതുകൊണ്ട് ഏറ്റവും അധികം പൂവ് ഉള്ള ചെടികൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് പടവലമാണ്. ഞങ്ങളിത് അരിയിട്ടൊന്നും കിളിപ്പിച്ചതല്ല, പച്ചക്കറി വേസ്റ്റ് ഇട്ട് അതിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇത് മത്തന്, അതിനകത്ത് മത്തങ്ങയൊക്കെ ഉണ്ട്, ഇടയ്ക്കൂടെ മത്തങ്ങയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് വേണ്ട പച്ചക്കറികളൊക്കെ ഏകദേശം എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ നട്ട് പിടിപ്പിക്കുന്നതല്ലേ. ഇത് വഴുതന കേട്ടോ, ഇഷ്ടംപോലെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും നല്ലത് വറുക്കാനാണ്. വറുത്ത് ഉപ്പേരി പോലെ കഴിക്കാൻ നല്ലതാണ്. നല്ല മുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് കുഴഞ്ഞൊന്നും വരത്തില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല റെസിപ്പി പോലെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വിഴുക്ക് പുരട്ടാനും നല്ലതാണ്. പക്ഷേ ഏറ്റവും പണ്ട് ഞങ്ങളിത് കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് മേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം വീട്ടിൽ തന്നെ നട്ട് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരു വിഴുക്കിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മീൻ വറുക്കാനില്ലെങ്കിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരമാണ്. അങ്ങനെ നട്ടുപിടിപ്പിച്ച് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചമുളകുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ കുറച്ചായിട്ടൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് വെച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ പിച്ചി കൊണ്ടുവന്ന് കറിയിലൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, പച്ചമുളക് ഇതുകൊണ്ടൊക്കെ ഞാൻ കുറേ നട്ടുപിടിപ്പിച്ചായിരുന്നു. പഴുത്ത് നിൽക്കുന്ന കണ്ടപ്പം ഒടിച്ചുകൊണ്ട് വരാം. പഴുത്ത് ഉണങ്ങാറായി, കുറേ ദിവസം കൊണ്ട് നിൽക്കുക. ഞാൻ വിചാരിച്ച് പൊട്ടിച്ചെടുക്കാം, കറിക്കകത്തൊക്കെ ഇടാമല്ലോ. നമ്മൾ ഏറ്റവും അധികം കടയിൽ നിന്ന് മേടിക്കുന്നത് നല്ലതാണ്, വീട്ടിൽ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നൊരു പച്ചമുളകൊക്കെ ഇടുന്നതെന്നൊക്കെ ഒരു സന്തോഷം തന്നെ. അങ്ങനെ 5-6 പച്ചമുളക് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് കറിക്കകത്ത് ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ പിച്ചിയതാണ്. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇതെൻ്റെ ചെറിയ ചെടിത്തോട്ടമാണ്. ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് പിന്നെ പടരുന്ന മുല്ലയാണ്. കുറേ മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ചെടികളോട് ഭയങ്കര ഇഷ്ടമായ, പ്രത്യേകിച്ച് പൂവ് കാണുന്ന എൻ്റെ ഒരു സമാധാനം. ഇങ്ങനെയൊക്കെ കുറേയൊക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നെ കപ്പയ്ക്ക, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുറേയൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇത് കോളാമ്പി ചെടിയാണ്, മഞ്ഞ കോളാമ്പി എന്നാണ് ഞാൻ പറയുന്നത്. ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഞങ്ങളൊരു വർഷമായി കാണും ഇവിടെ താമസത്തിന് വന്നിട്ട്. അന്ന് മുതൽ ഞാൻ വെച്ച് പിടിപ്പിച്ചൊരു ചെടികളാണ് ഇതൊക്കെ. ഇഷ്ടംപോലെ പൂവുകളായിപ്പം. റോസാപ്പൂവുണ്ട്, പലതരം വെള്ള റോസ, ചുമന്ന റോസ എല്ലാം ഉണ്ട്. പക്ഷേ റോസായിലൊന്നും ഇപ്പം കുറേ ഞാൻ മുറിച്ച് കളഞ്ഞു, ചെടികളൊന്നുമില്ല. പിന്നെ കുറേ ഇലച്ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ എവിടെ കണ്ടാലും ഞാൻ ചെടികളൊക്കെ എവിടുന്നും കൊണ്ടുവരും, എവിടുന്നായാലും പിച്ച് കൊണ്ടുവരും ഞാൻ. അതെൻ്റെ ഒരു ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ ഒടിച്ചുകൊണ്ട് വെച്ച ചെടികളാണ്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ആന്തോറിയാണ് കേട്ടോ, ഒരു വെള്ള ആന്തോറിയാണ്. ഇതെങ്ങും അങ്ങനെ കാണാൻ കിട്ടത്തില്ല. ഞാൻ ഇട്ടത്തുനിന്ന് കിട്ടിയപ്പോൾ അത് അവിടുന്ന് ചോദിച്ചു വാങ്ങിക്കൊണ്ട് വെച്ചതാണ്. ഇങ്ങനെ ഓർക്കിഡ്, ആന്തോറിയൻ, ചുമപ്പ്, റോസ് കളർ, പല കളറിലുണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. ആ ഫ്രണ്ട് വശത്തുള്ള കുറച്ച് ചെടികളാണ്. തെറ്റിക്കകത്ത് നിറയെ പൂവിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ വിശേഷങ്ങളാണ്. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾ വിചാരിക്കും പോലെ പിന്നെ 1000 സബ്സ്ക്രൈബർ ആയാലൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടുകയൊന്നുമില്ല. 4000 വാച്ചൂറൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വീഡിയോകളൊക്കെ എടുക്കുന്നത്. പിന്നെ എൻ്റെ മോന് രാവിലെ മദ്രസയിൽ പോകുന്നൊരു വീഡിയോ ആണിത്. ഇന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ സന്തോഷത്തോടെ പോകുന്നത്. ഇന്നലെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. രാവിലെ അവൻ പോയതിന് ശേഷം ഞാൻ ചായ ഇടുന്നത്. അങ്ങനെ
ചായയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചായ മതി. ചായയൊക്കെ ഇട്ട് രാവിലത്തെ ഭക്ഷണം കഞ്ഞിയും ദോശയും ചമ്മന്തിക്കറിയായിരുന്നു. അങ്ങനെ കഞ്ഞി ഇഷ്ടമുള്ളവർ കഞ്ഞി കുടിക്കും, ദോശയും ചമ്മന്തിക്കറി ഇഷ്ടമുള്ളവർ ദോശയും കഴിക്കും. അങ്ങനെ പിന്നെ രാവിലെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് മഴയാണ്. അങ്ങനെ മഴ പെയ്ത് അതൊന്ന് ഇതാക്കിയെടുത്തു. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. ബായ്.